45 വർഷമായി മലയാള സിനിമയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരും ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനമായി മാറിയ പ്രതിഭകളുമാണ് മോഹൻലാലും പ്രിയദർശനും. ഇരുവരും പലർക്കും എത്തിപ്പെടാൻ പറ്റാത്ത അത്ര ഉയരങ്ങൾ കീഴടക്കാൻ മാത്രം കഴിവുള്ളവരാണെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നൊരാൾ നടൻ മമ്മൂട്ടിയാണ്. ഒരിക്കൽ ഇക്കാര്യം 3 പേരുടെയും സുഹൃത്തായ ശ്രീനിവാസൻ തന്നെ പരസ്യമായി പറഞ്ഞിരുന്നു. ദീർഘവീക്ഷണത്തോടെയുള്ള മമ്മൂട്ടിയുടെ കമന്റ് പിന്നീട് സത്യമായി മാറുന്നത് താനടക്കം എല്ലാവരും കണ്ടതാണെന്നുമാണ് ശ്രീനിവാസൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. ഒരിക്കൽ കൈരളി ടിവിയിൽ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട കഥകൾ പങ്കുവയ്ക്കുന്നതിനിടയിലാണ് ഇക്കാര്യം ശ്രീനിവാസൻ വെളിപ്പെടുത്തിയത്. ഞാനും മമ്മൂട്ടിയും നവോദയയുടെ ഓഫീസിൽ പോയ ദിവസം മമ്മൂട്ടിക്ക എന്ന് വിളിച്ചുകൊണ്ടൊരുത്തൻ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു. മമ്മൂട്ടിക്കോ? നമ്മൾ വെണ്ടയ്ക്ക വാഴയ്ക്ക പേരയ്ക്കാന്നൊക്കെ പറയും പോലെ മമ്മൂട്ടിയെ കയറി മമ്മൂട്ടിക്ക എന്ന് വിളിക്കുന്ന ഇവനാരടാന്ന് ചിന്തിച്ചു. മെലിഞ്ഞു പൊക്കമുള്ള കണ്ണട വെച്ച ഒരുത്തനായിരുന്നു അത്. ഞാൻ വലിയ ഹീറോയൊന്നും അല്ലെങ്കിലും അത്യാവശ്യം ചില പടങ്ങളിലൊക്കെ അഭിനയിച്ചു എന്നത് സത്യമാണ്. പക്ഷെ അവൻ എന്നെ മൈൻഡ് ചെയ്യുന്നതേയില്ല. മമ്മൂട്ടിയും അവനും കുറേ നേരം സംസാരിച്ചു. ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ മമ്മൂട്ടിയോട് ചോദിച്ചു, ഏതാ ആ എലുമ്പൻ? ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരാൻ മറന്നു. അവൻ എഴുതാനൊക്കെ കുറച്ച് കഴിവുള്ളവനാ. ധാരാളം വായിക്കും. ചെറിയൊരു ജീനിയസാണ്. മലയാള സിനിമയിൽ അവന് അവസരം കൃത്യമായി കിട്ടിയാൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യും. അവന്റെ പേര് പ്രിയദർശൻ എന്നാണെന്നും മമ്മൂട്ടി പറഞ്ഞു. പിന്നീട് ഒരു ദിവസം ന്യൂ വുഡ്ലാൻഡ് ഹോട്ടലിൽ വെച്ച് ഒരിക്കൽ മമ്മൂട്ടി എന്നോട് പറഞ്ഞു, ആ വിദ്വാനെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ആരെ? ആ മോഹൻലാലിനെ. അവനെ തന്നെ. അവൻ അടുത്തുതന്നെ നായകനാകുമെന്ന് മാത്രമല്ല, എനിക്കൊരു ഭീഷണിയാകാനും സാധ്യതയുണ്ട്. മോഹൻലാൽ ആ സമയത്ത് ഫുൾ ടൈം വില്ലനാണെന്നോർക്കണം. ആ സമയത്താണ് മമ്മൂട്ടിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള കമന്റ്. മോഹൻലാലിനെക്കുറിച്ചും പ്രിയദർശനെക്കുറിച്ചും മമ്മൂട്ടി എന്റെ അടുത്ത് നടത്തിയ പ്രവചനങ്ങളൊക്കെ ശരിയായി. അതിന്റെ അർത്ഥമെന്താണ്? മമ്മൂട്ടി ചില്ലറക്കാരനല്ലെന്നാണ് എന്നാണ് ശ്രീനിവാസൻ പഴയ രസകരമായ സംഭവങ്ങൾ വെളിപ്പെടുത്തി പറഞ്ഞത്. സിനിമ പണ്ട് മുതൽ മനസ്സിലുള്ളവരായിരുന്നു മോഹൻലാലും പ്രിയദർശനുമെന്നാം. ഇരുവരുടെയും സൗഹൃദം വർഷങ്ങളേറെ പിന്നിട്ടിട്ടും ദൃഢമായി നിൽക്കാൻ ഒരു കാരണവും സിനിമ തന്നെയാണ്. പ്രിയദർശനും മോഹൻലാലും മമ്മൂട്ടിയുമെല്ലാമായി ചേർന്ന് പിന്നീട് നിരവധി ഹിറ്റുകൾ സൃഷ്ടിക്കാൻ ശ്രീനിവാസനും കഴിഞ്ഞു. എഴുത്തിന്റെ കാര്യത്തിലും വായനയുടെ കാര്യത്തിലും ശ്രീനിവാസനും ഒരു ജീനിയസ് തന്നെയാണ്. അതേസമയം മോഹൻലാലിന് രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച സന്തോഷത്തിലാണ് മലയാളികൾ. മമ്മൂട്ടിയും പ്രിയദർശനുമടക്കം ഇന്ത്യൻ സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും നടന് അഭിനന്ദനം അറിയിച്ചെത്തിയിരുന്നു. ഈ നേട്ടത്തിന് മോഹൻലാൽ തികച്ചും അർഹനാണെന്നും അദ്ദേഹത്തെ ഓർത്ത് ഒരുപാട് സന്തോഷവും അഭിമാനവുമുണ്ടെന്നുമാണ് മമ്മൂട്ടി സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച് കുറിപ്പിൽ പറഞ്ഞത്. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഒരു നടന് മാത്രമല്ല, മറിച്ച് സിനിമ ജീവശ്വാസമാക്കിയ ഒരു യാഥാർത്ഥ്യ കലാകാരനാണെന്നും മമ്മൂട്ടി കുറിച്ചു.